ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ ഒരു സ്നാക്ക് ട്രൈ ചെയ്താലോ. ഒരു കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം, വലിയ ജീരകം, കുറച്ച് ചുവന്നുള്ളി ഇതിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. മീനൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൂതയാണ്. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് മീനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. മുള്ള് കുറവുള്ള മീൻ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. മീൻ വറുത്തെടുത്ത പാനിലേക്ക് ഒരു വെള്ളുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ടില്ലേ അത് പകുതി അളവിൽ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകാതിരിക്കണം. പിന്നെ നല്ല തിളച്ച വെള്ളം, നന്നായിട്ട് ചൂടുള്ള വെള്ളം വേണം ഒഴിച്ച് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുഴച്ചെടുത്തത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് പരത്തി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇഡ്ഡലി ചെമ്പിൽ 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാവും. ഈ ആവിയിൽ വേവിച്ചത് ഒന്ന് ഒരു ബാറ്ററിൽ നമുക്ക് മുക്കി പൊരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിൻ്റെ ഇല, പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു ലൂസ് ബാറ്റർ പരുവത്തിൽ ആക്കിയെടുക്കാം. ശേഷം ഈ ബാറ്ററിലേക്ക് നമ്മൾ ആവി കയറ്റിയെടുത്തത് ഒന്ന് മുക്കി പാനിലേക്ക് വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ണൂർ സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.